സംസ്ഥാനത്ത് മഴ തുടരുന്നു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് പരക്കെ നാശം. ഗുരുവായൂരിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ യുവതിക്ക് പരിക്ക്. മനക്കുടിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട്. കുന്നംകുളം തെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. പാറേമ്പാടം സ്വദേശിനി താര സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിഞ്ഞാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. കല്ലും മണ്ണുമിട്ട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മഴയിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. നാളെ കർക്കിടകം 1 രാമായണ മാസാരംഭത്തിന് നാളെ തുടക്കം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ. ആനയൂട്ട് TCVയിൽ തത്സമയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പരക്കെ മഴ. ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് മഴ ശക്തി പ്രാപിക്കുന്നത്. കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. തീവ്ര മഴയുടെ സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. തൃശൂർ സ്വരാജ് റൌണ്ടിൽ വീണ്ടും മരക്കൊമ്പൊടിഞ്ഞു വീണു. രാഗം തിയേറ്ററിന് സമീപം തേക്കിൻകാട് മൈതാനിയിൽ നിൽക്കുന്ന മരത്തിന്റെ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരക്കൊമ്പ് ഒടിഞ്ഞു വീണ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ആളപായമില്ല. സ്ഥലത്തെത്തിയ ഈസ്റ്റ് സ്റ്റേഷൻ പോലീസ് മരക്കൊമ്പ് നടപ്പാതയിലേക്ക് കയറ്റിയിട്ടു. ശക്തമായ മഴയിൽ കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണു. ഇന്ന് രാവിലെയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിലെ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം മഴക്കാലത്തിന് മുൻപ് അപകടാവസ്ഥയിലായ മരച്ചില്ലകളെല്ലാം മുറിച്ചു നീക്കിയിരുന്നു. എങ്കിലും മരം കടപുഴകിയും മരക്കൊമ്പുകൾ വീണുമുള്ള അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ ക്ഷേത്രനടയിലെ കൂവളമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് യുവതിക്ക് പരിക്കേറ്റു. നോർത്ത് പറവൂർ സ്വദേശി കണിയരിക്കൽ നിഖിലിന്റെ ഭാര്യ 24 വയസ്സുള്ള അനുമോൾക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. വിവാഹ വാർഷിക ദിനത്തിൽ ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങുന്നതിനായി ഇവർ ഇന്നലെ വൈകിട്ടാണ് ഗുരുവായൂരിൽ എത്തിയത്. ഇന്ന് രാവിലെ 6 മണിക്ക് ദർശനം കഴിഞ്ഞ് ലോഡ്ജിലേക്ക് തിരികെ പോയിരുന്നു. പ്രസാദം വാങ്ങിക്കുന്നതിനായി വീണ്ടും എത്തിയ സമയത്താണ് മരം പൊട്ടിവീണത്. വലിയ കമ്പ് വീണ് തലയ്ക്ക് പരിക്കേറ്റ യുവതിയെ ദേവസ്വം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആശുപത്രിയിലെത്തി യുവതിയെ സന്ദർശിച്ചു. മനക്കുടി അംബേദ്കർ സാംസ്കാരിക നിലയത്തിനു സമീപം കനത്ത മഴയെ തുടർന്ന് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. സമീപത്തെ 2 വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. മാടാനി ലീല വിശ്വംഭരന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇവരുടെ വീടും ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച സമീപത്തെ പേരാത്ത് വത്സലയുടെ വീടും അപകട ഭീഷണിയിലാണ്. ഇരു കുടുംബങ്ങളോടും സമീപത്തെ അംബേദ്കർ സാംസ്കാരിക നിലയത്തിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതായി വാർഡംഗം K രാഗേഷ് പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം K രാഗേഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ മഴയിലും കാറ്റിലും ചാലക്കുടി മേഖലയിൽ മരങ്ങൾ കടപുഴകി വീണു. കൂടപ്പുഴ ആറാട്ടുകടവിൽ കാഞ്ഞിരമരം പുഴയിലേക്ക് വീണു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ കൂടപ്പുഴയിലെ ഊട്ടുപുര പറമ്പിലെ കാഞ്ഞിരമരമാണ് നിലംപൊത്തിയത്. ആളപായമില്ല. ചേനച്ചുനാട്, പോട്ട, പനമ്പിള്ളി കോളേജ് എന്നിവിടങ്ങളിലും മരങ്ങൾ വീണു. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡരികിൽ നിന്നിരുന്ന മരം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് മറിഞ്ഞു വീണു. കനത്ത മഴയിൽ പരിയാരം പഞ്ചായത്തിലെ കൊന്നക്കുഴിയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. നോർത്ത് കൊന്നക്കുഴി മൂഞ്ഞേലി ആൻഡുവിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് ഇടിഞ്ഞത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വീട്ടുകാർ മറ്റു മുറികളിൽ ആയിരുന്നതിനാൽ അപകടം ഒഴിവായി. വടക്കാഞ്ചേരി ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മരക്കൊമ്പ് വീണ് വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് റോഡരികിൽ നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണത്. വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സേനാംഗങ്ങൾ എത്തി മരക്കൊമ്പ് മുറിച്ചുമാറ്റി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശിവപ്രസാദ്, മുരളീധരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ 3ാം ഘട്ട മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയുടെ തോതും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കൂടുന്നതിനാൽ
ജലാശയ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 423 മീറ്ററാണ്. കുന്നംകുളം പേങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. പാറേമ്പാടം സ്വദേശിനിയും വട്ടമ്പാടം അർബൻ ബാങ്ക് മാനേജറുമായ താര സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ചിറയ്ക്കൽ ഭാഗത്തു നിന്നും വട്ടമ്പാടം ഭാഗത്തേക്ക് വന്നിരുന്ന കാർ ചെറുവള്ളിക്കടവ് പാലത്തിന് മുകളിലേക്ക് കയറുന്നതിനിടെ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനായി കാറ് പുറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് പാതയോരത്തെ കൈവരി തകർത്ത് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. കാറ് തോട്ടിലേക്ക് മറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതോടെ എതിരെ വന്ന വാഹനയാത്രക്കാർ ഉടൻ തന്നെ വാഹനം നിർത്തി തോട്ടിലേക്ക് ഇറങ്ങി കാർ യാത്രികയെ രക്ഷിച്ചു. തോട്ടിലേക്ക് വീണ കാർ ക്രെയിൻ ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിഞ്ഞാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇരിഞ്ഞാലക്കുടയുടെ ഹൃദയഭാഗമായ ഠാണ ചന്തക്കുന്ന് വികസന പ്രവൃത്തികൾ ആരംഭിച്ചു. വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. BSNL പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLAയുമായ ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. 45 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയുടെ സാങ്കേതിക പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി 40.76 കോടി രൂപയാണ് വിതരണം ചെയ്തത്. ഠാണ ചന്തക്കുന്ന് ജംഗ്ഷനുകളുടെ മുഖച്ഛായ മാറ്റം ലക്ഷ്യമിട്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത്. പദ്ധതി ഇരിഞ്ഞാലക്കുട ടൗണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. നിലവിൽ 11 മീറ്റർ വീതി മാത്രമുള്ള ഠാണ ചന്തക്കുന്ന് റോഡ് 17 മീറ്റർ വീതിയിലാക്കി കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത്. ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ്, റിഫ്ലക്ടറുകൾ, സൂചനാ ബോർഡുകൾ, ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി, മുൻ MLA KU അരുണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ലത തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിഞ്ഞാലക്കുട. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയിലും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായതോടെ റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിനിന്ന് റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാര സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെ 29 ലക്ഷം രൂപ റോഡിലെ കുഴിയടയ്ക്കാൻ താൽക്കാലികമായി അനുവദിച്ചിരുന്നു. മണ്ണും കല്ലുമിട്ട് കുഴികൾ അടച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളായി പെയ്ത മഴയിൽ ഇവയെല്ലാം ഒലിച്ചുപോയി. കുഴികൾ പഴയ സ്ഥിതിയിലായി. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിട്ടും യാത്രക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. റോഡിന്റെ ശോചനീയാവസ്ഥയും ഗതാഗതക്കുരുക്കും വലയ്ക്കുന്നതിനിടെ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിലാണ് ഈ റൂട്ടിലൂടെ നടത്തുന്നത്. സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ. തകർന്ന റോഡിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച കുന്നംകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ദിശ തെറ്റിച്ചെത്തിയ ബസ്സിന് മുൻപിൽ ഏറെ നേരം രോഗിയുമായി കുടുങ്ങി. മരണപ്പാച്ചിൽ നടത്തുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം പാതയിൽ അപകടത്തിൽ പെടുന്നവരുടെ എണ്ണം ഇനിയും ഉയരും. TCV ന്യൂസ്, കുന്നംകുളം. രാമനാമ മന്ത്രധ്വനികളും രാമായണ പാരായണവുമായി നാളെ കർക്കിടകം 1. വ്രതശുദ്ധിയുടെ പുണ്യം നിറയുന്ന രാമായണ മാസത്തെ വരവേൽക്കാൻ 4 അമ്പലങ്ങൾ ഒരുങ്ങി. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ഇനി ഭക്തി പെയ്തിറങ്ങുന്ന രാമായണ നാളുകൾ. വേദങ്ങളിൽ പുണ്യമാസമെന്ന് വിശേഷിപ്പിക്കുന്ന കർക്കിടകം കേരളീയർ രാമായണ മാസമായാണ് ആചരിക്കുന്നത്. രാമായണ പാരായണം, 4 അമ്പല ദർശനം, സുഖചികിത്സ തുടങ്ങി ഭക്തിയുടെയും തീർത്ഥാടനത്തിന്റെയും പുണ്യമാസമായ കർക്കിടകത്തിന് സവിശേഷതകൾ ഏറെയാണ്. കള്ളക്കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരമായി ക്ഷേത്രങ്ങളിലും വീടുകളിലും
കർക്കിടക മാസം മുഴുവനും രാമായണം പാരായണം ചെയ്യും. ആത്മീയവും ശാരീരികവുമായ വകഭേദങ്ങളെ സമന്വയിപ്പിക്കുന്നതാണ് കർക്കിടകത്തിന്റെ പ്രസക്തി. പഞ്ഞമാസമെന്ന് വിശേഷിപ്പിക്കുന്ന കർക്കിടകത്തെ പൊതുവെ ദുർഘടമെന്ന് പറയുമെങ്കിലും ആധ്യാത്മിക നിറവിനാൽ സമ്പന്നമാണ് ഈ പുണ്യമാസം എന്നതാണ് സവിശേഷത. ചീവോതിക്ക് വെക്കൽ, പത്തിലക്കറിയും കനകപ്പൊടിയും സേവിക്കൽ, ഇല്ലനിറ, ഔഷധസേവ, തുകിലുണർത്തൽ പാട്ട്, മരുന്നുകഞ്ഞി സേവിക്കൽ, നാലമ്പല തീർത്ഥാടനം, ആനയൂട്ട് തുടങ്ങിയവ കർക്കിടകത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി നടത്തുന്ന കർക്കിടക വാവുബലിക്കും കർക്കിടകത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. കർക്കിടകത്തിൽ മരുന്ന് സേവിച്ചാൽ കൽപ്പാന്തം സസുഖമെന്നാണ് ആയുർവേദത്തിന്റെ ശാന്തി മന്ത്രം. സുഖചികിത്സയ്ക്ക് ഏറ്റവും ഉത്തമ മാസമായാണ് കർക്കിടകത്തെ ആയുർവേദം കണക്കാക്കുന്നത്. നാലമ്പല തീർത്ഥാടനമാണ് കർക്കിടകത്തിലെ മറ്റൊരു പ്രത്യേകത. കർക്കിടക മാസത്തിൽ വ്രതശുദ്ധിയോടെ ദശരഥ പുത്രന്മാരായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരെ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ശ്രീ ലക്ഷ്മണപെരുമാൾ ക്ഷേത്രം, പായമൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് നാലമ്പലങ്ങൾ. രാമനാമ മന്ത്രധ്വനികളും രാമായണ പാരായണവുമായി ആത്മവിശുദ്ധിയുടെ കർമ്മകാണ്ഡങ്ങളെ സ്വായത്തമാക്കി കർക്കിടക മാസം മുഴുവൻ മലയാളികൾ ഈശ്വര സാമീപ്യം സ്വന്തമാക്കുന്നതിന്റെ ആത്മനിർവൃതിയിലായിരിക്കും. രാമ 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 രാമ. കൾച്ചറൽ ഡെസ്ക് TCV. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ. ആനയൂട്ടിൽ 70ഓളം ആനകൾ പങ്കെടുക്കും. രാവിലെ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. 9:30 ആനയൂട്ട് ആരംഭിക്കും. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകും. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പടിഞ്ഞാറെ ഗോപുരത്തിനു സമീപം റാമ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആനയൂട്ട് നാളെ രാവിലെ 8:30 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചു. പുളിക്കക്കടവ് പാലത്തിനു സമീപം പ്രവർത്തിക്കുന്ന മീനൂസ് ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിലെ പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായതിനെ തുടർന്ന് തീ ആളിപ്പടരുകയായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാർ തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും തീ ആളിക്കത്തി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണച്ചതിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത്. സംഭവ സമയത്ത് 20ഓളം വനിതകൾ യൂണിറ്റിൽ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. കൊച്ചിൻ പാലത്തിനു സമീപം ഷൊർണൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജിൽ ടോറസ് ലോറി കുഴിയിൽ കുടുങ്ങി. ഇതേ തുടർന്ന് 5 മണിക്കൂറോളമാണ് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിയത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. പോലീസ് എത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് ടോറസ് ലോറി മാറ്റിയത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് കല്ലുമായി വന്ന ലോറി താഴാൻ ഇടയായത്. ലക്കിടി മംഗലത്ത് ഹെയർപിൻ വളവിൽ ലോറി നിയന്ത്രണം വിട്ടു മരത്തിലിടിച്ചു നിന്നു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. മംഗലത്ത് നിന്ന് നെല്ലിക്കുറിശ്ശിയിലേക്ക് കന്നുകാലികളെ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പഴയന്നൂർ പറക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് പുറകിലിടിച്ച് അപകടം. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ പറക്കുളം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ബൈക്ക് ഭാഗികമായി തകർന്നു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് മുഹറം പൊതു അവധി നാളെ. പൊതു അവധി ദിനം ജൂലൈ 17 മാറ്റിയിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. പൊതു അവധി ദിനം മാറ്റിയെന്ന രീതിയിലുള്ള പ്രചരണം ശരിയല്ല. മുഹറം 10 ബുധനാഴ്ച ആയതിനാൽ അവധി ദിനം ബുധനാഴ്ചയിലേക്ക് മാറ്റണമെന്ന് ഒരു വിഭാഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത്. കുറുക്കഞ്ചേരി ശ്രീനാരായണ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ സുവർണ ജൂബിലി ആഘോഷം MACT ജഡ്ജ് TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് സന്തോഷ് കിളവൻ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ് മുഖ്യപ്രഭാഷണം നടത്തി. ജുഗുണ ഗോപാലകൃഷ്ണൻ സുവർണ ജൂബിലി സോവനീർ പ്രകാശനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഡിവിഷൻ കൌൺസിലർ വിനേഷ് തയ്യിൽ, സെക്രട്ടറി ജിനേഷ് K. വിശ്വനാഥൻ, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ,
കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി, SNBP യോഗം കൺവീനർ PB അനൂപ് കുമാർ, ശ്രീ മഹേശ്വര ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി അജിത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയമ്പാറ കൊമ്പഴയിൽ സിഗരറ്റ് ചോദിച്ചെത്തിയ സംഘം തട്ടുകട അടിച്ചു തകർക്കുകയും ഉടമയെ മർദ്ദിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ തട്ടുകട ഉടമ ചെള്ളത്ത് പീറ്ററിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിഗരറ്റ് നൽകാൻ വൈകിയെന്ന് ആരോപിച്ചാണ് 12 അംഗ സംഘം കട അടിച്ചു തകർത്ത് പീറ്ററിനെ മർദ്ദിച്ചത്. സംഭവത്തിൽ പീച്ചി പോലീസിൽ പരാതി നൽകി. കണ്ടാണശ്ശേരിയിൽ BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ആട്ടയൂർ കണ്ടാണശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ ധർണ നടത്തിയത്. BJP നേതാക്കളായ സന്തോഷ് മുതുവീട്ടിൽ, സുഭാഷ് വടാശ്ശേരി, സുഷമ അനിൽ, P ബോഷി, ഷീബ ഭാസ്കരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണവും CT ദേവസി സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, DCC ജനറൽ സെക്രട്ടറിമാരായ സുന്ദരൻ കുന്നത്തുള്ളി, ഷാഹിദ റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മനുഷ്യനെ തീരെ ഏശിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ പേര്. മുളങ്ങുത്തുകാവ് ഗവൺമെന്റ് ആശുപത്രികളിൽ നഴ്സുമാർക്കുള്ള ആധുനിക ചികിത്സാ രീതികളെക്കുറിച്ചുള്ള പരിശീലനത്തിന് മെഡിക്കൽ കോളേജിൽ തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും ജില്ലാ ആശുപത്രികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഴ്സുമാർക്കാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നാഷണൽ എമർജൻസി ലൈഫ് സപ്പോർട്ട് സ്കിൽ ലാബിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസം പരിശീലനം നൽകുന്നത്. ഡോക്ടർ ബാബുരാജ്, ഡോക്ടർ C രവീന്ദ്രൻ, ഡോക്ടർ നിത്യ, ഡോക്ടർ നിമിഷ, ഡോക്ടർ എലിസബത്ത്, ഡോക്ടർ സുമിൻ, ഡോക്ടർ ജയചന്ദ്രൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. റോഡിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി കുട്ടിയമ്പലം വെട്ടിക്കൂറപ്പാടം റോഡിലാണ് വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നത്. കോടാലി വെള്ളിക്കുളങ്ങര റോഡിനെയും കോടാലി മുരിക്കിങ്ങൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കൂറപ്പാടം ലിങ്ക് റോഡിലാണ് വെള്ളക്കെട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷത്തോളമായി ഇവിടെ മഴക്കാലത്ത് നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. മഴ പെയ്യുമ്പോൾ റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നു വേണം പ്രദേശവാസികൾക്ക് കോടാലിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും എത്തിപ്പെടാൻ. വിദ്യാർത്ഥികളും ഈ വെള്ളക്കെട്ട് താണ്ടിയാണ് സ്കൂളിലെത്തുന്നത്. കഴിഞ്ഞ 12 വർഷത്തോളമായി ഈ റോഡിൽ വെള്ളക്കെട്ടുള്ളതായും പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭയിലും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഈ കാണുന്ന വെള്ളത്തിന്റെ ശല്യം കൊണ്ട് വെള്ളം കുടിക്കാനോ ഞാൻ 1/2 കിലോമീറ്റർ പോയിട്ടാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ കിണറ്റിൽ ഈ കാനയിൽ കിടക്കുന്ന വെള്ളം ഈ കിണറ്റിലെ വെള്ളം ഒരേപോലെ കിടക്കുന്നത്. അതുപോലെ തന്നെ കോടാലി അങ്ങാടിയിൽ വല്ല വഴി ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണിത്. 12 കൊല്ലമായിട്ട് ഈ അവസ്ഥയാണ് ഇവിടെ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ്. റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ സമീപത്തുള്ള വീട്ടുകിണറുകളിൽ വെള്ളം മലിനപ്പെടുന്നതായും മറ്റു വീടുകളിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് കുടിക്കേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TC വിനോസ്, കൊടകര. AIYF വടക്കാഞ്ചേരി മണ്ഡലം ശില്പശാല CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KM മഹേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് നിശാന്ത് മച്ചാട്, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, CPI വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി EM സതീശൻ എന്നിവർ സംസാരിച്ചു. ബാലസംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഭിനവ് ദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം മേഖലാ പ്രസിഡന്റ് പുണ്യ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു.
പാവറട്ടി പഞ്ചായത്തിലെ വഴിയമ്പലം പഴമയും തനിമയും നിലനിർത്തി ദേവസൂര്യ കലാവേദി പ്രവർത്തകർ നവീകരിക്കുന്നു. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ ചൊക്കുബസാറിലെ വഴിയമ്പലമാണ് ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംഘടനയായ എംപാർട്ടിന്റെ സഹകരണത്തോടെ നവീകരിക്കുന്നത്. പണ്ടുകാലത്ത് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും ദാഹമകറ്റുന്നതിനും തലച്ചുമട് ഇറക്കിവെക്കുന്നതിനുമുള്ള ഇടത്താവളങ്ങളായിരുന്നു ഇത്തരം വഴിയമ്പലങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ചക്കനാത്ത് പണംകെട്ടി തറവാട്ടുകാർ നിർമ്മിച്ചതാണ് ഈ വഴിയമ്പലം. തലച്ചുമട് ഇറക്കി വിശ്രമിക്കുന്നതിനായി ഒരു ആൽത്തറയും ഇതിനോട് ചേർന്നുണ്ട്. ഒരു കാലഘട്ടത്തില് എത്രയോ ആളുകൾക്ക് താങ്ങും തണലുമായി നിന്ന ഒന്നാണിത്. വർഷങ്ങൾക്ക് ശേഷവും ഇത് സംരക്ഷിക്കാനായിട്ട് ദേവസൂര്യ പ്രവർത്തകർ തയ്യാറായി മനോഹരമായിട്ട് അത് വീണ്ടെടുക്കുകയാണ്. ഇതെന്തിനാ ഇത് നമ്മൾ സംരക്ഷിക്കുന്നത്? ഒരു കാലഘട്ടത്തെ പുതിയ തലമുറയ്ക്ക് ഓർമ്മിക്കാനും അന്നത്തെ യാത്രകള്, അന്നത്തെ വാണിജ്യം അതെല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എളിയ പരിശ്രമം. ഒറ്റമുറിയുള്ള വഴിയമ്പല കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ പട്ടികകൾ കേടുവന്നതിനാൽ ഓടുകൾ വീണുപോയ നിലയിലാണ്. വഴിയമ്പല പരിസരത്ത് പുല്ലും പാഴ്മരങ്ങളും വളർന്ന് കാടുപിടിച്ചിരിക്കുകയാണ്. വഴിയമ്പലത്തിന്റെ ചരിത്രം ഉൾപ്പെടുത്തി പുതിയ തലമുറയ്ക്ക് ഉപകരിക്കാവുന്ന വിധം ഡോക്യുമെന്ററി തയ്യാറാക്കുമെന്ന് ദേവസൂര്യ ഭാരവാഹി റജി വിളക്കാട്ടുപാടം പറഞ്ഞു. ഈ വഴിയമ്പലം നാശത്തിന്റെ വക്കിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. വൃത്തിയാക്കി അതിന്റെ ഓടുകൾ ഇറക്കി പഴമ നഷ്ടപ്പെടാതെ അതിന്റെ തനിമ നിലനിർത്താനുള്ള ഒരു വലിയ ശ്രമത്തിലാണ്. TC വിനോസ്, പാവറട്ടി. തീരദേശ ജനതയോട് സർക്കാരിന് കടുത്ത അവഗണനയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക, വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ KPCC മെമ്പർ CA ഗോപപ്രതാപൻ, DCC ജനറൽ സെക്രട്ടറി KD വീരമണി, DCC അംഗം ഇർഷാദ് K ചേറ്റുവ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അടാട്ട് ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ തൈറോയിഡ് നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് രക്ഷാധികാരിയും അടാട്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ CO ചുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. രാജൻ PA, ബേബി ജോർജ്, പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ KCYM സംഘടനയുടെ വാർഷിക യോഗവും മെറിറ്റ് ഡേയും ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. KCYM പ്രസിഡന്റ് അനീഷ് ബ്രഹ്മകുളം, സെക്രട്ടറി ഐവിൻ ജോസഫ്, ഫാദർ ജോൺ പേരാമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PG താജുദ്ദീൻ അനുസ്മരണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി KM ഷാനീർ, പ്രസിഡന്റ് AS സിദ്ദിഖ്, PK മുഹമ്മദ്, TK ഉബൈദ്, KU അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ അനുസ്മരണവും SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജ്ഞാനോദയം ഗ്രന്ഥശാല പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിഷ്ണു, ഡോക്ടർ VC ബിനോജ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് കപ്പിളിങ്ങാട്ട് ചിത്രഭാനു നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പിൽ 2 ഗജവീരന്മാർ അണിനിരന്നു. മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അകമ്പടിയായി. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തരിശിടത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. 25 ഏക്കറോളം സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പീപ്പിൾസ് ഓർഗനൈസേഷൻ ഫോർ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പദ്ധതി പ്രകാരം ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ വിത്തിറക്കൽ ചടങ്ങാണ് നടന്നത്. പൊഞ്ഞനം ക്ഷേത്രസ്ഥലത്ത് പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വിളകൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഇരിഞ്ഞാലക്കുടയുടെ തനതായ ബ്രാൻഡിംഗ് നടത്തി വിപണിയിലേക്ക് എത്തിക്കുന്ന പദ്ധതി ആലോചനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അധ്യക്ഷയായിരുന്നു.
വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമിത മനോജ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MB മുരളീധരൻ, കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ, PS അനീഷ് എന്നിവർ സംസാരിച്ചു. പല നിറക്കൂട്ടുകൾ നിറയുന്ന കുട്ടിവരകളുടെ കമനീയമായ ചിത്രങ്ങളുമായി ബ്ലൂസ് ആൻഡ് ബ്ലിസ് ചിത്രപ്രദർശനത്തിന് ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. പുറനാട്ടുകര, രാമോർമ്മപുരം കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 25 വിദ്യാർത്ഥികൾ വരച്ച 65 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ശ്രദ്ധേയമായി മാറുന്നത്. ഡോക്ടർ കവിത ബാലകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ PV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. 5 മുതൽ +1 വരെയുള്ള കലാകാരന്മാർ ഒഴിവു സമയങ്ങളിലാണ് വരകൾ പൂർത്തീകരിച്ചത്. ബാല്യകാലം മുതലുള്ള ഓരോ ഓർമ്മകളുമാണ് ഈ കുട്ടിവരകൾ കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. ചിത്രപ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ KCYMന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ സിജോ കാട്ടുകാരൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. KCYM യൂണിറ്റ് പ്രസിഡന്റ് TT നിജോബ് അധ്യക്ഷത വഹിച്ചു. KCYM യൂണിറ്റ് അംഗങ്ങൾ, ട്രസ്റ്റിമാർ, കുടുംബകൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള എറണാകുളം ജില്ലാതല ജഡ്ജസ് പ്രോഗ്രാം ഫസ്റ്റ് ജഡ്ജായി തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ അഞ്ചേരിച്ചിറ സ്വദേശി മനു ഗോവിന്ദിനെ ചിയാരം ശിവാലി യോഗ സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചിയാരം ശിവാലി യോഗ സെന്ററിൽ നടന്ന ആദരണം ഡോക്ടർ ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർ അജിത വിജയൻ, ഡോക്ടർ പ്രസന്ന വേണുഗോപാൽ, മാനസി യോഗ സെന്റർ പരിശീലക വനജ, ജയൻ പനമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3610 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് പരക്കെ നാശം. ഗുരുവായൂരിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്ക്. മനക്കുടിയിൽ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട്. കുന്നംകുളം പേങ്ങാമുക്കിൽ നിയന്ത്രണമിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. പാറമ്പാടം സ്വദേശിനി താര സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിഞ്ഞാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. കല്ലും മണ്ണുമിട്ട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മഴയിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. നാളെ കർക്കിടകം 1. രാമായണ മാസാരംഭത്തിന് നാളെ തുടക്കം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ. ആനയൂട്ട് TCVയിൽ തത്സമയം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.